നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നോക്കാൻ പോകുന്നത്. 1600 രൂപ പെൻഷൻ ലഭിച്ച ആളുകൾ, അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ്. ഇന്നലെയായിരുന്നു മാർച്ച് മാസത്തെ പെൻഷനായ 1600 രൂപ അവരുടെ അക്കൗണ്ടുകളിൽ എത്തിയത്. പെൻഷൻ കൈകളിലെത്തുന്ന ആളുകൾക്ക് ഒന്നുകിൽ പെരുന്നാളിന് മുമ്പോ അല്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി 2-ാം തീയതി അവരുടെ കൈകളിലെത്തും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഇന്നലെ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പെൻഷൻ തുകയും അതിൻ്റെ 18% പലിശ കൂടി നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു വാർത്ത കണ്ടത്. ഒരുപാട് ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതുപോലെ പെൻഷൻ കൈപ്പറ്റിയിരുന്നു. പെൻഷൻ പോർട്ടൽ കൃത്രിമം നടത്തി അല്ലെങ്കിൽ അവർക്ക് അർഹതയില്ലാത്ത രൂപത്തിൽ പെൻഷൻ കൈപ്പറ്റിയിരുന്നു. അവരെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ എത്രയാണോ പെൻഷൻ വാങ്ങിയത് ആ പെൻഷനും അതിൻ്റെ 18% പലിശ കൂട്ടി ഇപ്പോൾ സർക്കാരിലേക്ക് തിരിച്ചടച്ചിരിക്കുകയാണ്. ഇത് സാധാരണ ജനങ്ങൾക്കും ബാധകമാണ്. അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ നമ്മൾ എത്രയാണോ പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ ആ പെൻഷൻ തുകയും അതിൻ്റെ 18% പലിശ കൂടി നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഈ ഒരു കാര്യം തന്നെയാണ് റേഷൻ സാധനങ്ങൾക്കും സബ്സിഡിയുള്ള എല്ലാ സംഭവങ്ങൾക്കും ബാധകം. നമ്മൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് കൊണ്ട് സാധനം വാങ്ങുന്ന ആളുകളാണെങ്കിൽ നമുക്കതിന് അർഹതയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ഓരോ കിലോ അരിക്കും നമ്മൾ 36 രൂപ വെച്ചും അതിൻ്റെ 18% പലിശ കൂടി നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന എന്ത് സേവനങ്ങളാണെങ്കിലും ശരി, അതിന് നമ്മൾ അർഹതയുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓരോ സർക്കാരിൻ്റെ സഹായങ്ങൾക്കും സർക്കാർ ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെൻഷൻ്റെ മാനദണ്ഡം നോക്കുകയാണെങ്കിൽ അവർ 2000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ സ്വന്തമായി വാഹനമുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല. വീട്ടിൽ AC-യും മറ്റ് ആധുനിക സൗകര്യങ്ങളുമുള്ള വീട് അവരുടെ പേരിലുള്ള വീടാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ 5 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമുക്ക് പെൻഷൻ അർഹതയുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അറിയാതെ വാങ്ങുന്ന സംഭവങ്ങളായിരിക്കാം. അങ്ങനെ നമ്മൾ അറിയാതെ വാങ്ങുന്ന പെൻഷനായാലും ശരി, അതിന് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിന് ശേഷം നമ്മൾ എല്ലാ വർഷവും നൽകുന്ന കാര്യമാണ് മസ്റ്ററിങ്. അതിനുശേഷം മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പണം അക്കൗണ്ടിൽ വരുന്നുണ്ടാകും, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്നും പ്രായമായിട്ടോ അല്ലെങ്കിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അക്കാര്യം നമ്മൾ പഞ്ചായത്തിൽ രേഖാമൂലം അറിയിക്കണം. അതിനുശേഷം പെൻഷൻ നിർത്തലാക്കാനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാത്ത പക്ഷം പിന്നീട് അത് ഒരുപാട് നിയമപ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അനുഭവപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അനർഹമായിട്ടാണ് പെൻഷനായാലും ശരി, റേഷൻ സാധനങ്ങളായാലും ശരി കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പലിശ കൂടി നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, കാർഷിക സംബന്ധമായിട്ടുള്ള പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ ക്ഷേമനിധി പെൻഷനുകൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മൾ ഏത് പഞ്ചായത്തിൻ്റെ പരിധിയിലാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെ പരിധിയിലാണോ താമസിക്കുന്നത് ആ പഞ്ചായത്തിലേക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി നമുക്ക് എവിടെ നിന്നും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പെൻഷൻ ആരാണ് അപേക്ഷിക്കുന്നത് അവിടെ ആധാർ കാർഡിൻ്റെ കോപ്പി, ഫോട്ടോ, അതുപോലെ തന്നെ റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, വോട്ടർ ID കാർഡ് എന്നിവ നൽകി നമുക്ക് പെൻഷൻ അപേക്ഷിക്കാം. അതിനുശേഷം അവർ അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിൽ അവർക്ക് പെൻഷൻ അർഹതയുള്ള ആളുകളാണെങ്കിൽ പെൻഷൻ അപ്രൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കുക. എങ്കിൽ അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.